ഹലോ, എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഇന്ന് ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കണം. ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള ഹോട്ടലാണ്. ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നമ്പൂതിരീസ് ഹോട്ടൽ പറഞ്ഞു, വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടുകാരനെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കണ്ടു. അപ്പോൾ ലിനീഷേട്ടൻ മൂപ്പരോട് വർത്താനം പറയാണ്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇന്ന് സദ്യയാണ് കഴിക്കണേന്ന്. പക്ഷേ ഇത് സദ്യയല്ല, ഇത് മീൽസാണ്. സദ്യ ആകുമ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടാകും. ഇതിൽ ഐറ്റംസ് കുറവാണ്. ഉപ്പേരി, അച്ചാർ, അവിയലാണ് സൈഡായിട്ടുള്ളത്. പിന്നെ ചോറ് ഒക്കെ കുറച്ചേ വിളമ്പിയിട്ടുള്ളൂ കേട്ടോ. അതുള്ള കാര്യം ഞങ്ങൾ പറയണമല്ലോ. ഉപ്പേരി ആയാലും അവിയലായാലും അച്ചാറായാലും അവർക്ക് വിളമ്പാൻ കുറച്ചൊരു മടി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. ഫസ്റ്റ് പോയപ്പോൾ ഉണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം പോയപ്പോൾ കിട്ടിയില്ല. ശ്രീകമോളാണെങ്കിൽ കുറച്ച് ക്ഷീണിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്ക് വയ്യ, ഓക്ക് സ്കൂൾ ടൂർ പോയി കഴിഞ്ഞ് ഊട്ടി പോയി വന്നേരം ജലദോഷമൊക്കെ ആയിട്ട് കുറച്ച് ക്ഷീണമൊക്കെയാണ്. അപ്പോൾ അത് സാമ്പാറൊക്കെ വിളമ്പണുണ്ട്. സാമ്പാറിനൊക്കെ ഇപ്രാവശ്യം കുറച്ച് ടേസ്റ്റ് കുറവ് തോന്നി കേട്ടോ. അന്ന് ഞങ്ങൾ മസാല ദോശയും നെയ്റോസ്റ്റൊക്കെയാണ് കഴിച്ചത്. അന്നത്തെ സാമ്പാർ അടിപൊളി സാമ്പാറായിരുന്നു. പക്ഷേ ഈ സാമ്പാർ വലിയ രസമില്ല. പിന്നെ രസവും കാളനും കൊണ്ടുവച്ചിട്ടുണ്ട്, പിന്നെ പപ്പടവും ഉണ്ട് കേട്ടോ. സാമ്പാറിനേക്കാളും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് കാളൻ. പിന്നെയും കൊള്ളാം, കാളൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കുക. പിന്നെ എന്താ പായസമുണ്ട്, അരിപ്പായസമാണ്. ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നന്നായി കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്തൊരു കുറവും ഇല്ല. പിന്നെ ഭക്ഷണം വേസ്റ്റ് ആക്കരുതല്ലോ. അപ്പം അത് ആരും ഭക്ഷണം വേസ്റ്റ് ആക്കിയിട്ടില്ല, എല്ലാവരും നന്നായി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രവ്യ മോളാണെങ്കിൽ എന്നെ പോലെ തന്നെയാണ്. ഓരോ ഐറ്റംസൊക്കെ ചോറിൻ്റെ മേലെ അങ്ങനെ വെച്ച് ടേസ്റ്റൊക്കെ നോക്കി ഓള് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പായസം കുടിക്കാൻ പോവുകയാണ്. പായസം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പായസം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് കഴിച്ചതിൽ ഏറ്റവും രസം തോന്നിയത് രസവും കാളനും പായസവുമാണ് ഞങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ശ്രവ്യ മോൾ ഇതാ ചെറിയൊരു കഷ്ണം പപ്പടം ബാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ അറിയാം, പായസത്തിൻ്റെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാൻ. നമുക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ ഇന്നത്തെ ചോറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്